ഹല്ലേലൂയ. സന്തോഷാണോ? സങ്കീർത്തന പുസ്തകം 116 വാക്യം, 116 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയാണ് പറയുക: കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഹല്ലേലൂയ. സങ്കീർത്തനം പറയാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്, മാത്രമല്ല ഞാൻ അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ദൈവമക്കളെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണ്: നീ ദാസിയുടെ, ഞാൻ അവിടുത്തെ ദാസനും ദാസിയുടെ പുത്രനുമായതിനാൽ അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി അനുഗ്രഹം പ്രാപിക്കാൻ ഈ വചനകൂടാരത്തെ ദൈവം ഒരുക്കിയ മനോഹര നിമിഷങ്ങളില് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നീ ഈ ഒരു ബോധ്യത്തോടെ ആയിരിക്കുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മയുടെ മകനും മകളുമാണ് ഞാൻ എന്ന ബോധ്യത്തിലാണ് നീയെങ്കിൽ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് തന്നെ കർത്താവ് നിന്റെ ബന്ധനങ്ങൾ തകർക്കും, കർത്താവ് നിന്നെ സുഖപ്പെടുത്തും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത നിയോഗങ്ങൾ ഇപ്പോൾ സംഭവിക്കും. അതേരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് മറ്റുള്ള വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തിയേക്കാൾ അല്പം കൂടി കൂടുതൽ വണക്കം വേണമെന്ന് സഭ അനുശാസിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു വിശുദ്ധരെ അപേക്ഷിച്ച് പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിൽ നമ്മൾ അല്പം കൂടി, ഒരു പടി കൂടി മുന്നേറണമെന്ന് സഭ ആഗ്രഹിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഇടപെടേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും അതിനെ നേരത്തെയാക്കാൻ കഴിയുന്ന മാധ്യസ്ഥ ശക്തിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരുപക്ഷെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും, ദൈവ പൈതലേ, ദൈവത്തിന്റെ മകനെ മകളെ നീ കേട്ടോണം, കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം. ഒരുപക്ഷെ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടേണ്ട സമയമായിട്ടില്ല. നമുക്കറിയാം, ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നതിന് ദൈവത്തിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ ആ സമയത്തെ നേരത്തെയാക്കാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യസ്ഥ ശക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി കഴിഞ്ഞ വാരാന്ത്യ ധ്യാനത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് ഞാൻ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കാറ്. വേറെ വലിയ പ്രാർത്ഥനകളൊന്നും എനിക്കറിയത്തില്ല, ഞാനത് ചെയ്യാറുമില്ല. ഹല്ലേലൂയ. ഞാനങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സഹോദരി, ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സഹോദരിയുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരു ലൈറ്റ് മെറൂൺ പുള്ളി ചുരിദാറിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. ആ സഹോദരിയുടെ രൂപം എൻ്റെ ഇങ്ങനെ ഒരു ദർശനം പോലെ വന്നപ്പോൾ ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു: കർത്താവേ, ആ സഹോദരി അനുഗ്രഹിക്കണമേ, നിന്റെ തിരിച്ചോര കൊണ്ട് കഴുകി നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ സഹോദരി ഇങ്ങനെ മുന്നിലേക്ക് തിരിഞ്ഞു. മുഖം എനിക്ക് മുഖം കാണുന്നില്ല, പക്ഷെ തിരിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്, നല്ല നിറവയറുമായി നിൽക്കുന്ന സഹോദരിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ധ്യാനം തുടങ്ങി എല്ലാവരും, കുറച്ച് പേരെ കഴിഞ്ഞ് ധ്യാനത്തിനുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, എല്ലാ പള്ളികളിലും പെരുന്നാളാണ്. അപ്പോൾ വളരെ കുറച്ച് പേരെ ധ്യാനത്തിനുള്ളൂ. ഞാനിങ്ങനെ നോക്കിയപ്പം മുന്നിലെ അതേപോലത്തെ ഒരു ലൈറ്റ് മെറൂൺ പുള്ളി ചുരിദാറിട്ടൊരു സഹോദരി ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പെട്ടെന്ന് ഈശോ ഒരു സന്ദേശം തരികയാണ്. ഒരു അധ്യാപികയ്ക്ക് ഈശോ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സഹോദരിയോട് ചോദിച്ചു, സഹോദരി അധ്യാപികയാണോ? സഹോദരി പറഞ്ഞു, ഞാനൊരു റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി എടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന് ഇടപെടേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും അത് നേരത്തെയാക്കാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യസ്ഥ ശക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ്. ഹല്ലേലൂയ. എനിക്ക് 4 മക്കളാണ്.
ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരല്പം ഡിലേ ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിള്ളേർ വന്ന് പറയും, അപ്പാ ഇന്നത് വേണം. അപ്പം ഞാൻ പറയും ആലോചിക്കാം. ഹല്ലേലൂയ, ആലോചിക്കാം. അങ്ങനെയായിട്ട് നമുക്ക് ചാടിക്കയറി തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ദൈവത്തോട് ആലോചന ചോദിക്കണം, അല്ലേ? നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്വന്തം ഇഷ്ടം ദൈവത്തിന് അടിയറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും വന്ന് ചോദിക്കുക, എന്തായി അപ്പ? അപ്പനോട് പറഞ്ഞതല്ലേ അപ്പ, വേണപ്പ. അപ്പം ഞാൻ പറയും ആലോചിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിക്കും, ആരോടാണ് ഈ ആലോചിക്കുക? ഞാൻ പറഞ്ഞു, ദൈവത്തോട് ആലോചിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇത് നടക്കാൻ പോണ കാര്യമല്ലെന്ന് കാണുമ്പോൾ പിന്നെ അവരെടുക്കുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതേതാണ്? അതാരാണ്? ഷോർട്ട് കട്ട് ഏതാണ്? അപ്പനിങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ചത് രൂപാവളമല്ല എന്ന് കാണുമ്പോൾ അവർ നമ്മുടെ വീക്ക്നെസ് കയറി പിടിക്കും. ഹല്ലേലൂയ. വീക്ക്നെസ് ആരാണ്? അമ്മയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അമ്മ പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, നമ്മളത് അങ്ങോട്ട് ചെയ്തോടും. പിന്നെ ആലോചന നോക്കാൻ നേരമില്ല. കാരണം പരിശുദ്ധാത്മാവ് ജീവിത പങ്കാളിയിലൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ സ്വർഗം നിനക്ക് നൽകേണ്ട ഏതെങ്കിലും അനുഗ്രഹങ്ങള് അത് കാലതാമസം വരുന്നുണ്ടെങ്കിൽ, അത് നിന്റെ ജീവിതത്തേക്ക് കടന്നു വരുവാൻ താമസം നേരിടുന്നുണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മാധ്യസ്ഥ ശക്തിയേ ഉള്ളൂ. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ എപ്പോഴും വചനത്തിൻ്റെ അമ്മ എന്നാണ് വിളിക്കാറ്. ഹല്ലേലൂയ. നിങ്ങളങ്ങനെ വിളിക്കാറുണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഒരു പരിശുദ്ധ അമ്മയെക്കുറിച്ച് കിട്ടുന്ന എൻ്റെ ഒരു ബോധ്യം അനുസരിച്ച് ഞാൻ എൻ്റെ വചനത്തിൻ്റെ അമ്മ എന്നാണ് പറയുക. ഹല്ലേലൂയ. കാരണം വചനത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവളായിരുന്നു പരിശുദ്ധമ്മ. അതുകൊണ്ടാണ് ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പരിശുദ്ധമ്മ തൻ്റെ ഈശോയുടെ കസിൻ സഹോദരങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഈശോനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരും. കാരണം ഈശോയ്ക്ക് ഭ്രാന്താണെന്നും ഈശോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫരിസേയർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നും ഇങ്ങനെ പോയാൽ മോൻ അധികകാലം കിട്ടില്ലെന്നും ഒക്കെ മനസ്സിലാക്കുന്ന പരിശുദ്ധമ്മ തൻ്റെ കസിൻ സഹോദരങ്ങളോടൊക്കെ പറഞ്ഞ് ഒരു 2-3 യാക്കോബും ചെറിയ യാക്കോബും ഒക്കെ കൂട്ടിക്കൂടി. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നറിയാം, കാരണം കൺവെൻഷൻ മൂത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ഈ പരിശുദ്ധ അമ്മയും ഈ സഹോദരങ്ങളൊക്കെ കൂടി ഈശോനെ കൊണ്ടുപോകാനായിട്ട് വരുമ്പം അവൻ്റെ സുഹൃത്തുക്കൾ വന്ന് ഈശോയോട് പറയും, ഇതാ നിന്റെ അമ്മയും സഹോദരങ്ങളും എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിനറിയാം എന്തിനാണ് പരിശുദ്ധ അമ്മ വന്നിട്ടുള്ളത്. ഒന്ന് ഉപദേശിക്കാനും പറ്റുവാണെങ്കിൽ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകാനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈശോയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈശോ അവിടെ നിന്നുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു ഡയലോഗ് അടിക്കും, ആരാണ് എൻ്റെ അമ്മ? ഹല്ലേലൂയ. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അപ്പോൾ അവരങ്ങനെ കൺവെൻഷൻ്റെ ആ ബാക്കിൽ പിറകിൽ കുറച്ച് സഹോദരിമാരിയ്ക്കുന്നില്ല, അതുപോലെ അവരവിടെ ഇരിക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ഒരു ഡയലോഗാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ഹല്ലേലൂയ. എന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തും, എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പുത്രന്റെ സാക്ഷ്യമാണ്. ആരാണ് പരിശുദ്ധ അമ്മ? എൻ്റെ വചനം ശ്രവിക്കുകയും എൻ്റെ വചനത്തിന് ആമേൻ പറഞ്ഞവളാണ്, അതനുസരിച്ച് ജീവിച്ചവളാണ് എൻ്റെ അമ്മ. ഹല്ലേലൂയ. ഇതും കേട്ട് പോകാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായി. ഹല്ലേലൂയ. ഈശോനെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. വചനത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധം ഇടപെടുന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആ കാനായിലെ കല്യാണ നാളിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. പരിശുദ്ധം ഇടപെടുകയാണ്. ആ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ കരം വെളിപ്പെടുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അനേകം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നടക്കാൻ, പെട്ടെന്നൊരു കാര്യം നടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് പരിശുദ്ധ അമ്മയാകുന്ന വഴിയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് പരിശുദ്ധ അമ്മ എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് കട്ടാണ്. നേരെ ചൊവ്വ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഹല്ലേലൂയ. അതിന് മാത്രം വിശുദ്ധരൊന്നുമല്ല. പക്ഷെ എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നിലൂടെയുള്ളൊരു ഗോവണി കയറി എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്താമെന്ന്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ പാവറട്ടി ഇടവകയിലെ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറൊക്കെ ആയിരുന്ന ഒരു സാബു എന്ന് പറയുന്ന സഹോദരൻ,
ഒരു ദിവസം ഞാൻ കോളേജിലിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, അവന് 3 പെൺകുട്ടികളായിരുന്നു, അവസാനം 4ാമത്തെ കൊച്ചു ജനിക്കാൻ ഗർഭിണിയായിരിക്കുകയാണ് അവൻ്റെ ഭാര്യ. അപ്പം എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ലിൻസ, ഇന്ന് എൻ്റെ ഭാര്യയുടെ പ്രസവത്തിൻ്റെ ഡേറ്റാണ്, ഇന്നലെ അഡ്മിറ്റാക്കി. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് അവളെ ലേബർ റൂമിൽ കയറ്റി. നിനക്കറിയാലോ, ആദ്യത്തെ 3 നോർമലായിരുന്നു. അപ്പോൾ ഇതും നോർമലാവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവൾക്ക് നല്ല പെയിനുണ്ട്, പ്രഷർ കുറയുന്നുണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇത് കേട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. കാരണം സാധാരണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലും. ഹല്ലേലൂയ. കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ സമയം എനിക്ക് കിട്ടാറില്ല, ഉള്ളത് ഞാൻ സത്യമായിട്ട് പറയുക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. കാരണം അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറാണ്, അവൻ അത്യാവശ്യം പ്രാർത്ഥനാ ചൈതന്യമുള്ള സഹോദരനാണ്, അവൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിലും അനേകർ പ്രാർത്ഥിക്കുന്ന മകനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിട്ടുപോയി. അങ്ങനെ കോളേജിലിരുന്ന സമയം ഉച്ചയായി. ഉച്ച സമയത്ത് അവൻ എന്നെ വീണ്ടും വിളിച്ചു. അതുകൊണ്ട് 1 മണി 1:30 നേരത്താണ്, ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അവനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, എടാ നീ പ്രാർത്ഥിച്ചോ? ഉള്ളത് പോലെ പറയണല്ലോ. ഹല്ലേലൂയ. എടാ ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നീ അവിടെ പ്രാർത്ഥിക്കാതിരുന്നോ? എൻ്റെ ഭാര്യ പ്രസവ വാർഡിൽ കയറ്റുന്ന സമയത്ത് 5 പേരുണ്ടായിരുന്നു. 6ാമത്തെയായിട്ടാണ് എൻ്റെ ഭാര്യയെ കയറ്റിയത്. 5 പേരും പ്രസവിച്ചു പോയി, എൻ്റെ ഭാര്യ മാത്രം അവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം വന്നവരൊക്കെ പോയി, അവസാനം അവൾ മാത്രം അവിടെ കിടക്കുകയാണ്. അപ്പം നമ്മുടെ വജ്രായുധം എടുത്തു. വജ്രായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ആയുധം ഏതാണ്? ആണ് ഈ സങ്കീർത്തകൻ ഇപ്പോൾ പറയണ്ട് അല്ലേ, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും കർത്താവെ നീ എന്നെ അഭ്യസിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തകൻ. അപ്പം നമ്മൾ ആയുധം എടുത്തു. ഹല്ലേലൂയ. യുദ്ധം ചെയ്യാൻ കൈയും എടുത്തു, പടപൊരുതാൻ വിരലുകളും എടുത്തു. ഹല്ലേലൂയ. ഞാനൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഈ ജപമാല ഇങ്ങനെ വട്ടത്തിൽ പിടിക്കും. ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചിട്ടാണ് ഞാൻ ചൊല്ലുക. അപ്പോൾ ആ വ്യക്തി ഇതിനുള്ളിൽ ഇറക്കി നിർത്തി ഞാനിങ്ങനെ ജപമാല ചൊല്ലി. അതിനൊരു ഒരു രഹസ്യം 2 രഹസ്യമൊക്കെ ആയി കാണും. പെട്ടെന്ന് ഞാൻ പതുക്കെ ഒരു ചെറിയ മയക്കത്തിലേക്ക് പോയി. ഹല്ലേലൂയ. അങ്ങനെ മയക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഉറങ്ങുകയെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? ജപമാല ചെല്ലുമ്പോൾ ഉറക്കം വരുന്നവരെന്ന് കൈപൊക്കിയേ. സെയിം പിച്ച്, നിങ്ങളുടെ കൂടെയാണ് ഞാനും. എനിക്കും ചിലപ്പോൾ ഉറക്കമൊക്കെ വരാറുണ്ട്. ഹല്ലേലൂയ. ടെൻഷൻ അടിക്കേണ്ട. കൊച്ചുത്രേസ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധിയാണ് കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് ക്ഷയരോഗമൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? കൊച്ചുത്രേസ്യ പുണ്യാളത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങും. അപ്പം ഈ മദർ വഴക്ക് പറയും. ഒരു ദിവസം കൊച്ചുത്രേസ്യ പുണ്യാളത്തി ഈശോയോട് പരാതി പറഞ്ഞു, ഈശോയെ എനിക്ക് പറ്റാതെയാണ്, ഞാൻ വന്നിരുന്ന അപ്പം തന്നെ ഉറങ്ങിപ്പോവാണ്. മദറാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടൊരു നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി എന്ന് എൻ്റെ ഉറക്കമൊന്ന് കളയണം. ഹല്ലേലൂയ. അപ്പം ഈശോ കൊച്ചുത്രേസ്യ പുണ്യാളത്തിയോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്, നീ ഇപ്രകാരം ചെന്ന് മദറിനോട് പറയണം. അതായത് ഒരു ഡോക്ടർ തൻ്റെ പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മയക്കി കെടുത്തിയിട്ടാണ്. ഹല്ലേലൂയ. എന്ത് പറയാനാ പറഞ്ഞത്? ഡോക്ടർ പേഷ്യൻറ്റിനെ സർജറി നടത്തുന്ന, ഓപ്പറേഷൻ നടത്തുന്നത് മയക്കി കെടുത്തിയിട്ടാണ് അല്ലേ? ഇത് പറഞ്ഞോടുകൂടി മദർ പിന്നെ വഴക്ക് പറയുന്നത് നിർത്തി എന്നാണ് പറയുന്നത്. വലുതേരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുറങ്ങുമ്പം ചില ദർശനങ്ങൾ കാണും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം ഞാൻ കാണുകയാണ്, ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞിങ്ങനെ വേർപെട്ട് വരികയാണ്. ഹല്ലേലൂയ. ഉള്ളിൽ നടക്കുന്ന പ്രോസസ്, പുറത്തല്ല, ഉള്ളിൽ ഇങ്ങനെ ഒരു കുഞ്ഞ്, ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്ന്, യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് വരുന്ന ഒരു ഭാഗം ഞാൻ കാണുകയാണ്, ഒരു ആൺകുഞ്ഞ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത്തിരി കഴിഞ്ഞ് ഫോൺ അടിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഹല്ലേലൂയ. അപ്പോൾ ഏതാണ്ട് ഒരു 2-2:15 കാണും. അപ്പം അവൻ സാബുവാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഉടനെ വിളിച്ചിട്ടിപ്പം ഞാൻ ചോദിച്ചു, എടാ കുഞ്ഞ് ജനിച്ചല്ലേ? ഹല്ലേലൂയ. അപ്പം പറഞ്ഞു, ആൺകുഞ്ഞാണല്ലേ? അതെ. ഹല്ലേലൂയ. ഒരു 3-3.5 തൂക്കമൊക്കെ ഉണ്ടല്ലേ, നല്ല തക്കടു. അപ്പോൾ അവൻ ആകെ ഞെട്ടി. അതെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും അത് നേരത്തെ ആക്കാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യസ്ഥ ശക്തിയെ ഇന്ന് ഈ ലോകത്തുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ അല്ലേ, ഞാൻ പറയുക, എൻ്റെ അമ്മയൊക്കെ നോക്കി, എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചൊല്ലിത്തീർത്ത ജപമാലകൾക്ക് കൈയും കണക്കൂല. ഇപ്പോഴും അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുകയാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു ജപമാല ജനറേഷൻ നമുക്കുണ്ടായി. ഞാൻ അങ്ങനെയാണ് അവരെ വിളിക്കുക, ജപമാല ജനറേഷൻ. ഒരു തലമുറ അല്ലേ ഇങ്ങനെ ജപമാല ചൊല്ലി അനേകം ജപമാലകൾ മുട്ടുമേൽ നിന്ന് ചൊല്ലി നമുക്ക് വേണ്ടി പുണ്യം നേടിത്തന്ന, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തന്ന ഒരു വലിയ തലമുറയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് അമ്മച്ചിമാരോട് ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചൊല്ലുന്ന ഒരു ജപമാലയും വെറുതെ പോയിട്ടില്ല. നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം തന്ന ഒരു ഷോർട്ട് കട്ടാണ് ജപമാല എന്ന് പറയുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവമക്കളെ, നീ പരിശുദ്ധ അമ്മയുടെ മകനും മകളുമാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് നീ ജപമാല ഭക്തിയുള്ളവനാകണം. ഹല്ലേലൂയ. ജപമാല ഭക്തി ഇല്ലെങ്കിൽ നിനക്കൊരിക്കലും, ഞാനിങ്ങനെ അനേകരിങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധ അമ്മയൊക്കെ ഇങ്ങനെ ഒരു മ്ലാനവദനയായിട്ട് നിൽക്കുന്ന, ഒരു അല്പം ദുഃഖത്തോടെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പണ്ട് കാലത്തൊക്കെ ഒരുപാട് ജപമാല ചൊല്ലുമായിരുന്നു അല്ലേ? അപ്പോൾ അവർ പറയും, അതെ, ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ജപമാല ചൊല്ലിയതാണ്. ഗ്രോട്ടോയുടെ മുന്നേ പൂ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധമ്മ വളരെ ദുഃഖിതയായിട്ടാണ് കാണപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ മക്കളാകണമെങ്കിൽ നാം ജപമാല ചൊല്ലുന്നവരാകണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഇന്ന് ഈശോയെ പിടിച്ചു നിർത്തിയ ചില പ്രാർത്ഥനാ രീതികളെ കുറിച്ചൊന്ന് ധ്യാനിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ പിടിച്ചു നിർത്തിയ ചില പ്രാർത്ഥനാ രീതികൾ, അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നൊരു വിഷയം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു സമയം, ഒരു നിമിഷം നിങ്ങൾ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ സമയങ്ങളിൽ വചനത്തിൻ്റെ അമ്മയാകുന്ന പരിശുദ്ധമ്മ, വചനത്തെ ഉദരത്തിൽ ധരിക്കുവാൻ, അല്ലെ ഈശോയെ മാംസം ധരിക്കുവാൻ ഈ ലോകത്താദ്യമായി വിളിക്കപ്പെട്ട പരിശുദ്ധമ്മ, ആ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഇവിടെ അരുളി ചെയ്യപ്പെടുന്ന ഓരോ വചനവും നിന്റെ ഹൃദയത്തിൽ മാംസം ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് എത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കർത്താവേ നീ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ കരം നീട്ടണമേ എന്ന്. എല്ലാ മക്കളും പോരാ ഉച്ചത്തെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, രക്ഷയുടെ നാമത്തെ വിളിച്ചേ, നിന്റെ സൗഖ്യത്തിന്റെ നാമത്തെ വിളിച്ചേ, നിന്റെ വിടുതലിന്റെ നാമത്തെ വിളിച്ചേ. കർത്താവേ, മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കർത്താവേ നിന്റെ കരുണയുടെ കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത നിയോഗങ്ങളുടെ മേൽ കർത്താവേ പരിശുദ്ധമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴിയായിട്ട് കർത്താവേ മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. പ്രിയപ്പെട്ടവരെ, 3 കുടുംബങ്ങൾ ഈ സമയങ്ങളിൽ വല്ലാതെ ഭാരപ്പെടുന്ന 3 കുടുംബങ്ങൾ ഈശോ കാണിക്കുന്നു. പ്രത്യേകമായിട്ട് ലോൺ എടുത്തു, തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ആ വീട് ജപ്തി ചെയ്യപ്പെടുമെന്നുള്ള ഭാരത്തിലായിരിക്കുന്നു 3 കുടുംബങ്ങൾ ഈശോ വ്യക്തിപരമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, റോസി എന്നൊരു പേര് ഈശോ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു ആ ഭവനം നഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ 3 പേരോട് ഈശോ പറയുന്നതാണ് നിങ്ങളുടെ ഭവനം നഷ്ടപ്പെടത്തില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയുണ്ട്. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം, ഒരു കത്തോലിക്കന്റെ ആത്മധൈര്യം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അത് ബർത്തമിയൂസ് എന്ന് പറയുന്ന തിമിയൂസിന്റെ മകനായിട്ടുള്ള ഒരു അന്ധയാചകനാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു യാചകനാണെങ്കിൽ അവൻ്റെ അപ്പനാരാണെന്നും അവനെ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബർത്തമിയൂസിനെ കാഴ്ച നൽകുന്ന ഒരു ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ധ്യാനിക്കുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും കണ്ണു തുറന്നിരുന്ന് ഇപ്പം തന്നെ ധ്യാനിക്കാൻ തുടങ്ങി. കണ്ണു തുറന്നിരുന്ന് ധ്യാനിച്ചാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ബർത്തമിയൂസിനെ ഈശോ കാഴ്ച കൊടുക്കുവാനായിട്ടുള്ള ചില കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഒരുപാട് ത്യാഗമെടുക്കുന്നവരാണ്. എങ്കിലും ചിലരുടെ പ്രാർത്ഥനകൾ കർത്താവിനെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ.
ചിലരുടെ പ്രാർത്ഥനകളെ കർത്താവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില വ്യക്തികളും അവരുടെ പ്രാർത്ഥനകളും നമ്മളൊന്ന് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവൻ ജെറീക്കോ വിട്ട് ജെറൂസലേമിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ജനാവലി അവന്റെ കൂടെയുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ പ്രവർത്തിക്കുന്ന അവസാനത്തെ അത്ഭുതമാണത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതായത് ഈശോ തന്റെ പരസ്യ ജീവിതത്തിൽ നടത്തുന്ന അവസാനത്തെ അത്ഭുതത്തിന് വേദിയാകുന്ന സ്ഥലമാണ് ഈ ജെറീക്കോ. ജെറീക്കോ വിട്ട് അവൻ ജെറൂസലേമിലേക്ക് ഒരു വലിയ ജനാവലിയുടെ കൂടെ പോകുമ്പോൾ ഒരു അന്ധനായ മനുഷ്യൻ, അവൻ തിമിയൂസിന്റെ പുത്രനായ ബർത്തിമിയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അവൻ വിളിച്ചു പറയുകയാണ്, നസ്രായനായ യേശുവേ, യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഹല്ലേലൂയ. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള പ്രാർത്ഥനയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം സംഭവിക്കുവാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾക്കറിയാം, ഒരു അന്ധനായ ഒരു മനുഷ്യന്റെ മൊബിലിറ്റി, അവന്റെ സഞ്ചാരം എപ്പോഴും പരിമിതമാണ്. അവൻ ഒരുപാട് സ്ഥലത്തേക്കൊന്നും സഞ്ചരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരു അന്ധനായ മനുഷ്യൻ അവൻ സ്ഥിരമായി യാചിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അവന് ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് പോയി യാചിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അന്ധനായ യാചകനായതുകൊണ്ട് തന്നെ ആ ജെറീക്കോ പട്ടണത്തില് യാചിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അവൻ. അവനെ സംബന്ധിച്ച് ഈശോയുടെ പിന്നാലെ ഈശോ പോകുന്ന ജെറുസലേമിലേക്ക് പോകാനോ അവിടേക്ക് ഈശോയുടെ പിന്നാലെ പോകാൻ പറ്റത്തില്ല. അവനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഈശോ ജെറീക്കോ വിട്ടു പോകുന്നതിന് തൊട്ടു മുമ്പ്, തന്റെ ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് കാലങ്ങളായിട്ട് അവൻ യാചിച്ചു, കാലങ്ങളായിട്ട് അവൻ പ്രാർത്ഥിച്ചു. ഈശോ ഇതാ നടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവന്റെ അവസാനത്തെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവന്റെ ചങ്കുപൊട്ടി വിളിക്കുന്നത്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഒരു ചങ്കുപൊട്ടി ഒരു നിലവിളിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവന് മനസ്സിലായി ഇത് അവന്റെ അവസാനത്തെ ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല. അതുകൊണ്ടാ അവൻ ചങ്കുപൊട്ടി വിളിച്ചത്. ഹല്ലേലൂയ. ഇത് കേട്ട ചേട്ടന്മാരെന്ത് പറഞ്ഞു? മിണ്ടാതിരിയുടെ അവിടെ ചുമ്മാ ഓളിടുകയാണോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം ഈശോ എന്ത് പറഞ്ഞു? ഈശോ അവിടെ നിന്നു, എന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാനിതിങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ധ്യാനിച്ചു. ഇപ്പം എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യം, ഇവിടെ ഈ യാചകനാണെങ്കിലും ഈശോയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ മനുഷ്യൻ നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ യാചകരെയൊക്കെ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് യാചകരെ, വഴിയിലൂടെ കടന്നു പോകുന്നവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അവർക്ക് അവരുടേതായിട്ടുള്ള പല മെത്തേഡുകളുണ്ട്. ചുമ്മാ അമ്മ വല്ലതും തരണേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യാചകരാണെങ്കിൽ പോലും അവരവരുടെ ട്രേഡില്, അവരുടെ ജോലിയില് അവർ വളരെ ക്രിയേറ്റീവാണ്. ഹല്ലേലൂയ. അവർ പല വ്യത്യസ്തമായ രീതികളിലൂടെ യാചന നടത്തുമ്പോഴാണ് നമുക്കത് കൊടുക്കാൻ തോന്നുന്നത്, അല്ലേ? ഇവിടെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ എവിടെയും കാണാത്തൊരു പ്രാർത്ഥനയാണ് ഈ അന്ധനായ യാചകൻ നടത്തുന്നത്. യെസ് ഓർ നോ? വേറെ എവിടെയും നമുക്ക് ഈ പ്രാർത്ഥന കാണാൻ പറ്റത്തില്ല. ഇവിടെ ഈ യാചകൻ വിളിച്ചു പറയുന്ന പ്രാർത്ഥന കർത്താവിനെ പിടിച്ചുലക്കുവാൻ, കർത്താവിനെ പിടിച്ചു നിർത്തുവാൻ ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയത്തിലേക്ക് അവൻ പോകുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും എന്തിന് തന്റെ കൂടെ കൂടിയിരിക്കുന്ന ഈ ജനാവലിയോ, തന്റെ കൂടെ കൂടിയിരിക്കുന്ന ഒരുമിച്ചുറങ്ങി തന്റെ കൂടെ കഴിയുന്ന ശിഷ്യന്മാർക്കോ മനസ്സിലാകാത്ത, അംഗീകരിക്കാത്ത വലിയൊരു സത്യം അവൻ വിളിച്ചു പറഞ്ഞു. അവൻ ദാവീദിന്റെ പുത്രനാണ്, ഈ ലോകത്തേക്ക് വരാനിരിക്കുന്ന രക്ഷകനാണ് എന്നവൻ വിളിച്ചു പറഞ്ഞു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് കർത്താവ് അവിടെ നിന്നത്. കർത്താവ് ചുമ്മാ നിന്നതല്ല. ആ ഒരു നിലവിളിയുടെ മുമ്പിൽ കർത്താവ് നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. അത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാരും പ്രാർത്ഥിക്കുന്നത് പോലുള്ള ഒരു പ്രാർത്ഥനയല്ലത്, അത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ദാറ്റ് വാസ് എ ഡിഫറെന്റ് പ്രയർ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പല പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ ഇടയ്ക്കൊക്കെ
ട്രൈ സംതിങ് ഡിഫറെന്റ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കയറി പറ്റിയ ഒരു പ്രാർത്ഥനയാണത്. കാരണം ഒന്ന്, അവൻ ചങ്കു പൊട്ടി നിലവിളിച്ചു. അവൻ അറിയാമായിരുന്നു അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാഴ്ച വീണ്ടും കിട്ടാനുള്ള തന്റെ അവസാനത്തെ ചാൻസ് ആണ് ഈ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തീക്ഷ്ണതയോടെ ആരെയും നോക്കിയില്ല. അവൻ ചങ്കുപൊട്ടി ഒറ്റ വിളിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ടാമത് അവൻ വലിയൊരു സത്യം അതിലൂടെ പ്രഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അനേകം മനുഷ്യരുടെ മുമ്പിൽ ഈശോ നിന്നിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. പറഞ്ഞ അതങ്ങോട്ട് കിട്ടുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ മുന്നേ വന്നിട്ട് ഈശോ ഇങ്ങനെ ചോദിച്ചാൽ എന്തൊരു ലിസ്റ്റാണ് അല്ലേ? ഹോട്ടലിലെ മെനു ലിസ്റ്റ് പോലെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കൊടുക്കാൻ റെഡിയാണ്. അതൊരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥന കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കയറണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലങ്സിന് ക്യാൻസറുള്ള ആർക്കോ വേണ്ടി ആരോ പ്രാർത്ഥിച്ചോണ്ട് ആ സഹോദരന്റെ മേലിപ്പോൾ കർത്താവിന്റെ കരം വെളിപ്പെടുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രക്തസ്രാവക്കാരി അവളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവളെക്കുറിച്ച് ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക. അവൾ വളരെയേറെ പൈസ ചെലവഴിച്ചു. അവൾക്കുള്ളതെല്ലാം അവൾ ചെലവഴിച്ചു. കാണാവുന്ന വൈദ്യന്മാരെല്ലാം കണ്ടു. എന്നിട്ടും അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. വല്ലാത്തൊരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണത് അല്ലേ? നമുക്കൊരു രോഗം വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, കുറച്ച് പൈസ ബാങ്കിലുണ്ട്. ഈ പ്രത്യാശയെല്ലാം കഴിയും അവസാനം. കേട്ടോ, ഒന്നും അല്ല, ഈ ലോകത്തുള്ള ഒന്നിനും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റാതെ നിൽക്കുന്നൊരു ദയനീയമായ നിസ്സഹായമായ അവസ്ഥ. അവൾ അനേകം വൈദ്യരുടെ അടുത്ത് പോയി, കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന നടത്തി. ഹല്ലേലൂയ. അവളുടെ ഹൃദയത്തിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ പോയിട്ട് തൊടാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് പരസ്യമായിട്ട് അവൾക്ക് പ്രത്യക്ഷപ്പെടാൻ അനുവാദമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ രഹസ്യമായി അവന്റെ വസ്ത്രാഞ്ചലത്തിൽ അവൻ പോലും അറിയാണ്ട് ഒന്ന് തൊട്ടു നോക്കാം. ഹല്ലേലൂയ. അങ്ങനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആരും കാണാതെ അവന്റെ വസ്ത്രാഞ്ചലത്തിൽ അവൾ പോയി ഒന്ന് തൊട്ടു. അവൾക്ക് ഉടനെ സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. തൽക്ഷണം അവൾ സുഖം പ്രാപിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയും. തൽക്ഷണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിന്റെ ഉള്ളിലുള്ള വിശ്വാസവും നീ അതരം കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയും മൂലമാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ അന്ധനായ യാചകൻ വിശ്വസിച്ചു, ഇത് അവന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. കർത്താവ് നിന്നാൽ, കർത്താവ് തൊട്ടാൽ അവന് കാഴ്ച വീണ്ടും കിട്ടുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ അതരത്തിലൂടെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന്. ഹല്ലേലൂയ. എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? നീ വിശ്വസിക്കണം. നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം അതരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, ഈ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചുമ്മാ വന്ന് വായും പൊളിച്ചിരിക്കുക. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം പറഞ്ഞു കൊടുക്കുക. നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം അതരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഒന്നും പറഞ്ഞു കൊടുക്കുക. നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം അതരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ഇടത്തെ കൈമുട്ടിന് വേദനയുള്ള ഒരാൾക്ക് ഇപ്പോൾ ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്താൻ പറ്റാത്ത എല്ലാ മക്കളും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. 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 ഹൃദയത്തിലുള്ള വിശ്വാസം അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിളിച്ച യേശുവേ. ഹല്ലേലൂയ. 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 സംഭവിക്കട്ടെ. കർത്താവേ നന്ദി നന്ദി നന്ദി. കരങ്ങത്താത്ത പ്രിയപ്പെട്ടവരെ, അനേകര്
ഈശോയെ തൊടാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ഈ സഹോദരി പോയി ആ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊട്ടു. ഹല്ലേലൂയ. തൽക്ഷണം അവൾ സുഖം പ്രാപിച്ചു. ഈശോ ഓരോ സൗഖ്യം കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഓരോ സൗഖ്യം കൊടുക്കുമ്പോൾ ഈശോ ആ സൗഖ്യത്തിൻ്റെ കാരണമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓരോ രോഗപീഠകൾക്കുമുള്ള കാരണങ്ങളെയാണ് ഈശോ സുഖപ്പെടുത്തുന്നത്. രോഗമല്ല ഈശോ സുഖപ്പെടുത്തുന്നത്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആ രോഗത്തിന്റെ കാരണത്തെയാണ് ഈശോ സുഖപ്പെടുത്തുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ തളർവാദ രോഗി ഈശോ സുഖപ്പെടുത്തുമ്പോൾ ഈശോ പറയും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം 90% രോഗവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? പാപമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ അതുകൊണ്ട് പാപത്തെയാണ് കർത്താവ് ക്ഷമിക്കുന്നത്. എന്നാൽ ഈ രക്തസ്രാവക്കാരിയോട് ഈശോ പറയുക, നീ ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും വിമുക്തയായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്താണ് അവളുടെ രക്തസ്രാവത്തിന്റെ കാരണം? എന്താണ്? സഹോദരിമാരെ, വെറുതെ ആദി പിടിച്ച് വ്യാധി പിടിച്ച് ഓരോ രോഗം കൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. PCOD അല്ലേ, എന്തൊക്കെ രോഗങ്ങളാണ് ഈ കാലഘട്ടത്ത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ചുമ്മാ ടെൻഷൻ അടിച്ച് വരുത്തുന്ന രോഗങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക്. പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ? ആദിയും വ്യാധിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയും, നീ ആദിയിൽ നിന്ന് വ്യാധിയിൽ നിന്നും വിമുക്തയായിരിക്കുക. അവിടെ സൗഖ്യം കൊടുക്കുന്നത് അവളുടെ മനസ്സിനാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി സൗഖ്യം ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ സൗഖ്യം സംഭവിക്കും അവിടെയൊക്കെ ഈശോ രോഗത്തെ അല്ല സുഖപ്പെടുത്തുന്നത്, ആ രോഗത്തിന്റെ കാരണത്തെയാണ് സുഖപ്പെടുത്തുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ നന്ദി. അപ്പൊ അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം ബർത്തിമേയുസിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ അന്ധനെ വിളിച്ച് അവനോട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അപ്പോൾ അതുവരെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ ടീമാണ്. യേശു വിളിച്ചു എന്ന് കേട്ടപ്പം ഉടനെ തന്നെ അവർ കളർ മാറി. അവർ വന്ന് ഉടനെ പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, യേശു നിന്നെ സുഖപ്പെടുത്തും, വാ, ഈശോ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ ടീം നേരെ. അതാണ് നമ്മളെ ആൾക്കാരങ്ങനെയാണ് അല്ലേ. ഇതാദ്യമേ പറയാം, എന്ത് ധൈര്യമായിരിക്കുക, അവൻ വിളിച്ചു പറയുമ്പോൾ അവന് ധൈര്യം കൊടുക്കാം, വിശ്വാസം കൊടുക്കാം. പക്ഷെ ഈശോ വിളിക്കുന്നത് വരെ അവർ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ ടീമാണ്. പക്ഷെ ഈശോ വിളിക്കുന്നതെന്ന് കണ്ടപ്പം ഉടനെ തന്നെ കളർ മാറി എല്ലാവരും ചേർന്ന് അവനെ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചില പ്രാർത്ഥനകളുടെ മുന്നിൽ ഈശോ നിന്നു കൊടുക്കുകയാണ്. അവരെന്താഗ്രഹിക്കുന്നു അതങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം സോളമൻ്റെ ഒരു പ്രാർത്ഥന, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനോഹരമായൊരു പ്രാർത്ഥന സോളമൻ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക, ഗിബയോനിലെ തൻ്റെ ഇടവക ദേവാലയത്തിലെ ബലിയർപ്പിക്കാനായിട്ട് ആര് പോവുകയാണ്? സോളമൻ പോവുകയാണ്. സോളമൻ എന്ന് പറഞ്ഞാൽ ആരാണ് സോളമൻ? ദാവീദിന്റെ മകനാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രനായ സോളമൻ തൻ്റെ അപ്പൻ പണിത ഗിബയോനിലെ ഇടവക ദേവാലയം മുഖ്യ പൂജാഗിരിയിലെ ബലിയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബലിപീഠത്തിൽ സോളമൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദഹനബലി? 1000 ദഹനബലി. നമ്മൾ അർപ്പിച്ച ദിവ്യബലിക്ക് വല്ല കൈ കണക്കുണ്ടോ? നമുക്കറിയോ എത്ര ബലി അർപ്പിച്ചു എന്ന്? നമ്മൾ എത്ര ബലി അർപ്പിച്ചു എന്നോ നമ്മൾ എത്ര ജപമാല ചൊല്ലിയെന്നോ നമുക്കറിയത്തില്ല. പക്ഷെ സ്വർഗത്തിൽ അതിനെല്ലാം ഒരു കണക്കുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അതിൻ്റെ കണക്ക് നീ സൂക്ഷിക്കേണ്ട, അതിൻ്റെ കണക്ക് തമ്പുരാൻ സൂക്ഷിക്കുന്നുണ്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തൻ്റെ പൊന്നുമോൻ 12 വയസ്സുള്ള സോളമൻ ഇതാ തൻ്റെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുന്നത് കണ്ടപ്പോൾ കർത്താവിൻ്റെ ഹൃദയം അങ്ങോട്ട് തളിർത്തു. കർത്താവ് കണ്ടു, ഇതാ തൻ്റെ കുഞ്ഞുമോൻ ഈ 12 വയസ്സാവുമ്പോഴേക്കും 1000ാമത്തെ ബലിയർപ്പിക്കാൻ വരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഇന്നവന് സംതിങ് സ്പെഷ്യൽ കൊടുക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെയാണ് ദൈവം ഈ സോളമൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് സോളമനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ.
യേശുവേ നന്ദി. അപ്പോൾ സോളമൻ എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള പയ്യനാണ്. ഇപ്പം എൻ്റെ മോനോടാണ് ഈശോ വന്ന് ചോദിക്കുന്നതെങ്കിൽ അവൻ ആദ്യം ചോദിക്കുക തോക്കാണ്, റൈറ്റ്. രണ്ടാമത് കാറാണ്. ഹല്ലേലൂയ. അതായത് പിള്ളേരാകുമ്പോൾ പിള്ളേർക്ക് പിള്ളേരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട്, ഇല്ലേ? മാത്രമല്ല സോളമൻ രാജാവാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒരു ആറ്റം ബോംബെങ്കിലും ചോദിക്കണം. ഹല്ലേലൂയ. ശത്രുക്കളെ മുഴുവൻ ടിഷ്യൂ എന്ന് കൊള്ളാനായിട്ട് മെഷീൻ ഗൺ മേടിക്കണം. ഹല്ലേലൂയ. വേണ്ടേ? പിന്നെ രാജാവാണെങ്കിൽ പ്രജകൾക്ക് തിന്നാൻ കൊടുക്കണം, അപ്പൊ സമ്പത്ത് വേണം. ഹല്ലേലൂയ. ഒരു രാജാവിന്റെ പ്രയോറിറ്റീസ് എന്താണ്? അതും ഒരു കുഞ്ഞു രാജാവ്, ഒരു കൊച്ചു രാജാവ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു രാജാവ് ചോദിക്കുമെന്ന് ദൈവം പ്രതീക്ഷിച്ച സകല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിയിട്ടാണ് ഈ കൊച്ചു സോളമൻ ചോദിക്കുന്നത്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ ചോദിച്ചു, ദൈവത്തിന്റെ ദാനമായ ജ്ഞാനത്തിന് വേണ്ടിയും വിവേകത്തിന് വേണ്ടിയും അവൻ ചോദിച്ചു. അപ്പോൾ അവിടെ പറയുകയാണ്, സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. ഹല്ലേലൂയ. നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമാവുന്നില്ല. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ മുട്ടുമെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു, സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നു, തലകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. അപ്പോഴാണ് ഈ കൊച്ചുമോൻ പ്രാർത്ഥിച്ചപ്പം നേരെ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കുകയാണ്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിട്ട് ദൈവം പറയുകയാണ്, അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെട്ടില്ല. ഒരു രാജാവ് എന്നുള്ള രീതിയിൽ നീ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ രാജാവായി ഇനി കാലാകാലം ഞാൻ മാത്രം രാജാവ്. ഹല്ലേലൂയ. അല്ലേ? രാജാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ദീർഘായുസ്. അല്ലേ? ഇപ്പൊ ഈ കസേരയിൽ കയറിയിരിക്കുന്നവരുടെയൊക്കെ ആഗ്രഹം എന്താണ്? ആ ജീവനാന്തം ഞാൻ തന്നെ രാജാവ്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അത്യാവശ്യം വയസ്സും പ്രായമായാലും ഞാൻ തന്നെ രാജാവ്. വെറുതെ പറഞ്ഞേ. ഇതിൽ ഈ കസേരയിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന അവസ്ഥയാണ്. അത് കയറുന്നവരെ ഉണ്ടാവുള്ളൂ. കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത വരും. എല്ലാ രാജാക്കന്മാർക്കും ഉണ്ടാവുന്ന ഒന്നാണ് ദീർഘായുസ്. എന്താണ്? കാരണം ഒരു രാജാവ് മരിച്ചിട്ട് വേണം വേറെ രാജാവിനെ വാഴിക്കാൻ. ഹല്ലേലൂയ. ഞാൻ മരിക്കുന്നില്ല, പ്രശ്നം കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദീർഘായുസ് അത് അവൻ ചോദിക്കേണ്ടത് അവൻ ചോദിച്ചില്ല. 2, സമ്പത്ത് അവൻ ചോദിച്ചില്ല. 3, ഞാൻ നേരത്തെ പറഞ്ഞ ഡിഷ്യം വയ്ക്കാനായ ശത്രു സംഹാരം ചോദിച്ചില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ യാചന, നിന്റെ പ്രാർത്ഥന എനിക്ക് സ്വീകാര്യമായി. നീ ഇതൊന്നും ചോദിച്ചില്ല, നീ ആകെ ചോദിച്ചത് ജ്ഞാനവും വിവേകവുമാണ്. ഹല്ലേലൂയ. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്ന ഇക്കാര്യത്തിൽ നിനക്ക് ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തത്ര ജ്ഞാനം വിവേകം ആർക്ക് കൊടുക്കുകയാണ്? സോളമന് കിട്ടുകയാണ്. സോളമന് അത് മാത്രമല്ല കിട്ടിയത്. സോളമന്, നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന് പ്രീതികരമായ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയുള്ള ഗുണം എന്താണെന്നറിയോ? അതിൻ്റെ കൂടെ ബണ്ടിൽ ഓഫറാണ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു കൊട്ട സാധനം ഫ്രീ ആണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകള്, കർത്താവിനെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനകള്, കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരെ, ഒരനുഗ്രഹമല്ല, ഒരു കുന്നനുഗ്രഹങ്ങളാണ് കൊണ്ടുവരിക. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് ഈശോ ദൈവം പറയുകയാണ്, ഇതാ നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞ വാക്കൊക്കെ കേട്ട് നീ ജീവിച്ചാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും കൂടി നൽകും. ഹല്ലേലൂയ. ചോദിക്കാത്തവ കൂടി കിട്ടുകയാണ്. ഹല്ലേലൂയ. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പം ചോദിക്കാത്തവ കൂടി കിട്ടുകയാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കാണ് കഴിഞ്ഞ മുന്നത്തെ ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം, ഡിസംബറിൽ നടന്ന മാതാപിതാക്കളും മക്കളൊക്കെ പങ്കെടുത്തൊരു ധ്യാനം. ആ ധ്യാനത്തിൻ്റെ അവസാനം, ധ്യാനം കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ നിന്ന്, ശിരസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകി വരികയാണ്. ഇപ്പം നോർമലി അത് വയറുള്ളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്തോ ഒരു വിടവുണ്ട്. ആ വിടവിലൂടെ ഈ തലച്ചോറിൽ നിന്ന് എപ്പോഴും വെള്ളം
മൂക്കിലൂടെ പുറത്തേക്ക് ഒഴുകി വരികയാണ്. ഹല്ലേലൂയ. ഇതാണ് ആളുടെ രോഗം. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. പാലക്കാട് ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് ധ്യാനത്തിൽ പങ്കെടുത്തത്. അവർക്ക് മക്കളില്ല. അപ്പം അവർ ധ്യാനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. അപ്പം അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു ഈ ടർക്കി ടവലുണ്ടല്ലോ, ടർക്കി ടവല്, നല്ല കട്ടിയുള്ള ടർക്കി ടവല് 4 കട്ട് ചെയ്തിട്ട് അവർ ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുകയാണ്. അപ്പം ഒരെണ്ണം നിറഞ്ഞ് ഇങ്ങനെ ഫുള്ള് വെള്ളമായി കഴിഞ്ഞാൽ അത് മാറ്റി അടുത്ത ടർക്കി ടവല്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇങ്ങനത്തെ രോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും നിങ്ങൾ അതിനൊരു പേരൊക്കെ പറഞ്ഞു? അങ്ങനെ ഒരു രോഗമുണ്ട്. അത് എനിക്ക് ഒരു ചേട്ടൻ സാക്ഷിയാണ്. ഹല്ലേലൂയ. ചേട്ടൻ ആർക്കെങ്കിലും ഈ രോഗമുണ്ടോ? മാറി. ഓക്കെ. അപ്പം അതിനു വേണ്ടി ഒരു സർജറി നടത്താനായിട്ട് പറഞ്ഞു. അതിന് സർജറി നടത്തിയിട്ട് ആ ഗ്യാപ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇവിടെ ധ്യാനം കൂടി. അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പം ഈ ചേട്ടൻ്റെ ഈ വിടവ് സർജറി കൂടാതെ തന്നെ അത് അടഞ്ഞുപോയി. അങ്ങനെ അടഞ്ഞുപോയി. പിന്നെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ ഡിസംബർ മാസം തുടക്കത്തിൽ വീണ്ടും ഇതുപോലെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. നവംബർ അവസാനത്തോടു കൂടിയിട്ട് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് ധ്യാനത്തിന് വരുന്നത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. അപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി, ഇതെല്ലാവരും പോയി, അച്ഛനും പോയി. അപ്പം ആ സമയത്താണ് ഈ സഹോദരനും ഭാര്യയും കൂടി എന്നെ കാണുന്നത്. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരിക്കലും ഇവിടെ വന്ന് ധ്യാനം കൂടി ഈ രോഗം മാറിപ്പോയതിനു ശേഷം വീണ്ടും ഈ രോഗവുമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ്. വളരെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ കുറേ ഈ ടർക്കി ടവൽ ഇങ്ങനെ നാലാക്കിയിട്ട് കീറിയിട്ട് അതിങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ മൂക്കിൽ നിന്നിങ്ങനെ നമുക്ക് വിസിബിളി കാണാൻ പറ്റും, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ അപ്പോൾ പൊക്കും. ഓരോ മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ചേട്ടൻ ഇങ്ങനെ വെള്ളം ഒപ്പിയെടുക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. ഈ കുടുംബം കഴിയുന്നത് ഇത് വെച്ചിട്ടാണ്. അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, ഒരു വാടക വീട്ടിലാണ്. ഈ ജോലി ചെയ്യാതെ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചേച്ചിക്കാണെങ്കിൽ ജോലി, ചേട്ടനാണ് ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ ഫോട്ടോ എടുക്കാൻ പോകണ ക്യാമറ പിടിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്ന ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അങ്ങനെ ഈ സഹോദരൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ആദ്യത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ഇത്ര നാളും ഈ രോഗം ഉണ്ടായില്ലേ? ഇല്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് അടഞ്ഞു പോയി, ഇനി സർജറി ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ചേട്ടാ എന്തായാലും ഇവിടെ വന്ന് സൗഖ്യം കിട്ടിയതല്ലേ, ചേട്ടൻ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളല്ലോ, ഈശോ സൗഖ്യം തരും, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ വലിയൊരു അത്ഭുതം ഈശോ ചെയ്തിട്ട് ചേട്ടൻ ഒരാളോടെങ്കിലും ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ചേട്ടൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട, ഇത്രയും വലിയൊരു കാര്യം ആ സഹോദരന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് ആ സഹോദരൻ സാക്ഷ്യം പറയുവാനോ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ തയ്യാറായില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈശോ ഒരിക്കൽ കൂടി സൗഖ്യം തരികയാണെങ്കിൽ ചേട്ടനത് വാതോരാതെ അനേകം മക്കളോട് പങ്കുവയ്ക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ സഹോദരൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രദർ, എനിക്കിപ്പോൾ മനസ്സിലായി. ഹല്ലേലൂയ. എനിക്ക് ഈശോ ഒരിക്കൽ കൂടി സൗഖ്യം തന്നാൽ ഞാൻ അനേകരോട് ഈശോയുടെ നാമത്തെക്കുറിച്ച് പ്രഘോഷിക്കാം, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ സഹോദരന് അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തടസ്സപ്പെടുത്തിയ ഈ രോഗം എടുത്ത് മാറ്റപ്പെടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സഹോദരിയും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഈശോ സക്രാരിയിലുണ്ട് 3 തവണ ഈശോനെ സാഷ്ടാംഗം വീണ് ഈശോയോട് തന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 തവണ ഈ സഹോദരൻ മുട്ടമ്മയിൽ നിന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു സൗഖ്യത്തിന് വേണ്ടിയിട്ട്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഈശോ ഈ സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടാപ്പ് ഇങ്ങനെ അടയ്ക്കുന്നത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈശോ സൗഖ്യം തന്നു കഴിഞ്ഞു. അപ്പോൾ ചേട്ടനെ അപ്പോഴും ഇങ്ങനെ മൂക്കുന്ന് വരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ല ബ്രദറെ എനിക്കിപ്പോഴും മൂക്കുന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഈശോ സൗഖ്യം തന്നു കഴിഞ്ഞു, അത് അടച്ചു കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ല ബ്രദറെ ഇപ്പോഴും എൻ്റെ മൂക്കുന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പൈപ്പ് അടച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും, അത് വന്നോട്ടെ, അത് പൊക്കോട്ടെ. ഹല്ലേലൂയ. അതവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ഞാനിത് പറഞ്ഞ് ഞാൻ പോന്നു. കാരണം ഈശോ കാണിച്ചു തന്ന സന്ദേശത്തെ നമ്മൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. വളരെ ഓരോരുത്തർ പറഞ്ഞേ ഹല്ലേലൂയ. അവർ താഴത്തെ ചാപ്പലിലെ ആ ഭാര്യയും ഭർത്താവും അവിടെ ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറ, ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു. ചേട്ടന് ബോധ്യപ്പെട്ടാലല്ലേ, ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് കാറെടുത്ത് ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇവിടുന്ന് ഓഫീസിൽ 1-2 കാര്യം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ തിരിച്ച് ഞാൻ പോയി. പെട്ടെന്നൊരു എൻ്റെ മൊബൈലിൻ്റെ, ഞാൻ പൊതുവേ എന്തെങ്കിലുമൊക്കെ മറന്നു വയ്ക്കുന്ന സാധാരണ പതിവാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ചേട്ടനും ചേച്ചിയും മുകളിലുണ്ട്. അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ബ്രദറെ എൻ്റെ മൂക്കിൽ നിന്ന് ഇപ്പോൾ തീരെ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഉറപ്പാണോ? ഒരു 2-3 ദിവസം അവിടെ നിന്ന് ചാടി ആ ചേട്ടൻ എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും മൂക്കിൽ നിന്ന് ഒരു തുള്ളി പോലും വെള്ളം വരുന്നില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവർ, ഈശോ ഈ ബർത്തമീയൂസിന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പോയിക്കൊള്ളുക. ഹല്ലേലൂയ. നീ പൊക്കോ, നിനക്ക് കിട്ടേണ്ട കാര്യം കിട്ടിയല്ലോ, നിനക്ക് സൗഖ്യം കിട്ടിയില്ലേ, നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലേ, നീ പൊക്കോ. എന്നാൽ ബർത്തമീയൂസ് പോയില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ബർത്തമീയൂസ് പോവാണ്ട് നിൽക്കണാണ്ടപ്പോ ഈശോ വീണ്ടും അവനെ നോക്കി. ഈശോ അവനോട് ഒരു ഡയലോഗ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്തേക്ക് വരുന്ന അനേകം മക്കളുണ്ട്. അവരോട് ഈശോയ്ക്ക് പറയാനുള്ള കാര്യം, നിനക്ക് സൗഖ്യം കിട്ടിയില്ലേ, നീ പൊക്കോ. നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലേ, നീ പൊക്കോ. കാരണം ആ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി വരുന്ന അനേകം മക്കളുണ്ട്. ഹല്ലേലൂയ. അവർക്ക് കിട്ടേണ്ടത് ഇത് മാത്രമാണ്, സൗഖ്യം വേണം, അത്ഭുതം വേണം, അനുഗ്രഹം വേണം. കിട്ടി കഴിഞ്ഞാൽ അവർ പോവും, മൂടും തട്ടി പോവും. എന്നാൽ കർത്താവ് പൊക്കോളാം പറഞ്ഞിട്ടും ബർത്തമീയൂസ് പോയില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഈശോ അവനോട് പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ വാരാന്ത്യ ധ്യാനത്തിൽ ഒരു അമ്മയും മകളും കൂടി ഓഫീസിൽ വന്നു. ഞാൻ ആ സമയത്ത് അവിടെയുണ്ട്. ആ സഹോദരി പറഞ്ഞു, ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു, അതുകൊണ്ട് ഞാനും എൻ്റെ മകളും ഈ ധ്യാനത്തിനൊന്ന് സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ പറഞ്ഞു, മകളോട് പറഞ്ഞു, അവിടെ കുട്ടികളുടെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുക, അമ്മച്ചി നേരെ കിച്ചണിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ നന്ദി. അതാണ് ആ 10 കുഷ്ഠരോഗികൾ സുഖപ്പെടുത്തപ്പോ 9 പേരും തിരിച്ചു വന്നില്ല, ആകെ കൂടി തിരിച്ചു വന്ന ഒരു വിജാതീയനാണ്. അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സൗഖ്യം കിട്ടുന്നതിലോ അനുഗ്രഹം കിട്ടുന്നതിലോ അത്ഭുതം കാണുന്നതിലോ അല്ല പ്രിയപ്പെട്ടവരെ, നീ നിന്റെ കർത്താവിന്റെ രക്ഷ സ്വന്തമാക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരുവനും വന്ന വഴിയിലൂടെ നടക്കേണ്ടവനല്ല, അവൻ വേറിട്ടൊരു വഴിയിലൂടെ പോകേണ്ടവനാണ്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ കർത്താവിനെ അനുഗമിക്കേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിൽ, നീ കർത്താവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ, കർത്താവിന്റെ സൗഖ്യവും കർത്താവിന്റെ അനുഗ്രഹവും നിന്റെ ഈ ലോക ജീവിതത്തിൽ മാത്രമേ നിനക്ക് ഉപകാരപ്പെടുള്ളൂ. മറിച്ച് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുകയില്ല. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരാകാം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. അപ്പം പരിശുദ്ധമ്മ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ അവിടെ ഒരു സാക്ഷ്യ ശുശ്രൂഷ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യ ശുശ്രൂഷ തുടങ്ങിയത് നമ്മളൊന്നുമല്ല. ഹല്ലേലൂയ. ആണോ? ഒരു സാക്ഷ്യം പറയുകയാണ് ഗബ്രിയേൽ ദൂതൻ. എന്താണ്? നിന്റെ ചാർച്ചക്കാരിയ എലിസബത്ത് വന്ധ്യയാണ്, അവൾ ഇപ്പോൾ ഗർഭം ധരിച്ച് 6-ാം മാസമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ സാക്ഷ്യം കേട്ടിട്ടാണ് പരിശുദ്ധമ്മ ഇത് വിശ്വസിക്കുന്നത്. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ,
ഈ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം കണ്ടുപിടിച്ചതൊന്നുമല്ല. നമ്മൾ ഇത് കഴിഞ്ഞ് സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഓരോ സാക്ഷ്യങ്ങളും ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ആലയത്തിൽ വന്നോ ഒരു ശുശ്രൂഷയിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ അത് അനേകം മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ തയ്യാറാവണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന ഓരോ മകനും മകളും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കണം. ദൈവത്തിന്റെ വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കണം. അപ്പോഴാണ് നീ രക്ഷ സ്വന്തമാക്കുന്നത്. വേറൊരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ ഹൃദയത്തെ തൊടുന്ന പ്രാർത്ഥനകൾ, കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ചില പ്രാർത്ഥനകൾ, കർത്താവിനെ പിടിച്ചു നിർത്തുന്ന ചില പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ട ഒരുപക്ഷെ ഒരു നെടുവീർപ്പാകാം, ചിലപ്പോൾ അതൊരു നിലവിളിയാകാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവിടെ നിൽക്കും, കർത്താവ് അവിടെ നിൽക്കും. കർത്താവ് ചോദിക്കും, നിനക്ക് എന്ത് വേണം? നിനക്ക് വേണ്ടത് സൗഖ്യമാണെങ്കിൽ കർത്താവ് അത് സിമ്പിളായിട്ട് തരും. പക്ഷെ നിനക്ക് രക്ഷ വേണമെങ്കിൽ നീ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നിനക്ക് രക്ഷ വേണമെങ്കിൽ, കൂടുതൽ ശ്രേഷ്ഠമായത് വേണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിനോടുകൂടെ ജീവിക്കാൻ തീരുമാനിക്കണം. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ കേട്ട വചനങ്ങളുടെ യോഗ്യത ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. നിന്റെ നിയോഗം എന്തുമാകട്ടെ, നിന്റെ ആവശ്യം എന്തുമാകട്ടെ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴിയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് കർത്താവേ നീ ഇറങ്ങി വരണമേ. പോരാ പോരാ പോരാ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച ആ അന്ധയാചകനെ പോലെ ഉച്ചത്തിൽ ഒന്ന് വിളിച്ച യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ ഇടപെടണമേ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ആവശ്യങ്ങളിലേക്ക്, എന്റെ കണ്ണുനീരിലേക്ക്, എന്റെ രോഗപീഠയിലേക്ക്, എന്റെ വേദനകളിലേക്ക് ഈശോയെ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.